അങ്ങനെ നമ്മള് പതിവ് പോലെ ഇങ്ങനെ വീട്ടിൽ വന്ന് ബോറടിച്ചിരിക്കുമ്പോൾ കാണാനുള്ള ടി വി ബെഡ്റൂമിൽ. ഈ ടി വി ബോറടിച്ചിരിക്കും കാണാനല്ല, ഈ ടി വി വർക്ക് ചെയ്യൂല. ഇത് വെറുതെ ഷോപ്പ് വേണ്ടി പണ്ട് എനിക്കാണ് ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ടി വിയാണ്, സാംസങ്. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്റെ ധാരണ. ഇല്ല, വർക്ക് ചെയ്യില്ല. ആ ടിവിയുടെ അടുത്തിരിക്കുന്നതോ? ഇത് വർക്ക് ചെയ്യും. ഒരു മോഡേൺ വേസ്റ്റ് ബിൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. ഇത് വർക്ക് ചെയ്യും. ഓ അത് ഈശ്വര, ഇനി വയറൊക്കെ ഉണ്ടോ? എനിക്ക് ഈ വയർ ഒരു വലിയ ഇതാണല്ലേ. അല്ല, ഇതിനകത്ത് എന്താ ഉള്ളത്? അയ്യോ, ഓ ഇതിനെല്ലാം നമ്മുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ബെഡിങ്സും. ഓൾ ഗുഡ്. നീ പ്രതീക്ഷിക്കുന്ന സാധനങ്ങളൊന്നും അറിയില്ല. ഞാൻ എന്താ പ്രതീക്ഷിച്ചത് നിങ്ങൾ കമന്റ് ബിലോ. അങ്ങനെ നമ്മൾ ഈ ഗംഭീര വീട് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ സിൻഡ്രല എവിടെ ചേട്ടാ? നീ കണ്ടുപിടിക്കൂ. സിൻഡ്രലേനെ കാണാൻ വേണ്ടി ഞാൻ ഈ വീട്ടിലെ ബാത്റൂം മാത്രം നോക്കാത്തതുള്ളൂ. അവിടെയാണോ? അതാണ് നിനക്ക് നിന്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അത്തരം അല്ല. ബാക്കി എല്ലാ സ്ഥലവും ബാത്റൂമിനകത്ത് എന്താണ്? ഫ്രിഡ്ജ് നോക്കുക, ഇതൊക്കെ പറ്റുള്ളൂ. ഇതുവരെ നോക്കിയില്ല. ഇല്ല, അതിനകത്ത് ഇപ്പഴാ കണ്ടത്. നോക്കണ്ട, നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടല്ലേ? അവിടെ ആണെങ്കിലോ ഈ ബെഡ്റൂം ഞാൻ ശ്രദ്ധിച്ചതും ഇല്ല കേട്ടോ. നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ സിൻഡ്രലിനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ വീട് മൊത്തം അന്വേഷിച്ചു. വെൽക്കം വെൽക്കം സിൻഡ്രല. അപ്പൊ നവംബർ 17 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിൻഡ്രല ഇതാണ്. സിൻഡ്രല ആണ്. ഈ സിൻഡ്രലക്ക് ടെൻഷൻ ഉണ്ടോ? അത്യാവശ്യം കുറച്ചുണ്ട്. എന്തോർന്നിട്ടാ ഏറ്റവും കൂടുതൽ ടെൻഷൻ? അല്ല, ആളുകൾ ഇത് എങ്ങനെ സ്വീകരിക്കും എന്ന് എനിക്ക് അറിയില്ലല്ലോ. അതിനെ കുറിച്ച് കുറച്ച് ടെൻഷൻ ഉണ്ട്. അനുപേട്ടന് അതിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടി പോയി. അനുപേട്ടൻ ഓൾറെഡി സ്വീകരിച്ചതാണല്ലോ. അതാണ്. അതായത് ആദ്യമായിട്ട് അങ്ങനെ അനുപേട്ടന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ ഏറ്റവും കൂടുതൽ തോന്നിയ ആ ഒരു വികാരം എന്തായിരുന്നു? പേടി, പിന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതൊക്കെ അനുപേട്ടൻ പഠിപ്പിച്ചെന്ന ഒരു കാര്യം പറ. കൊറേ ഓവറായിട്ട് അഭിനയിക്കണ്ട. ഇല്ലല്ലോ, ഓവർ ആക്ടിങ്ങിന്റെ അല്ല. അവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ഡാൻസ് ആണല്ലോ. അപ്പൊ ആദ്യം നമ്മള് ഷൂട്ട് ചെയ്യുന്നത് ഒരു പാട്ടാണ്. നമ്മൾ ആ പൂപ്പാറ വീട്ടില് ഷൂട്ട് ചെയ്ത പാട്ട്, ചെണ്ടമുല്ലത്തണ്ടിലൊരു. ഇവിടെ മറ്റേ എന്താണ് കേറി വരുന്നു. അതന്നെ ആ ഷോട്ട് വരുമ്പോ ഇവള് കേറി വരുന്നതെന്ന് വെച്ചാൽ ചെണ്ടമുല്ലത്തണ്ടിലൊരു വളരെ ഇങ്ങനെയൊക്കെ ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചാൽ മതി പറഞ്ഞ നമ്മളിങ്ങനെ കൈ പിടിക്കൂലേ, അതിന് പകരം ഇവള് പിടിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് പിടിക്കുന്നത്. പിന്നെ ഒരു അല്ല, ഡാൻസറാണ്. കുറച്ച് ഓവറാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം അത്രയായിരുന്നു. അങ്ങനെ ചേട്ടന്റെ ശിക്ഷണത്തിൽ കുട്ടി ശരിയായി അല്ലെ? എന്റെ ശിക്ഷണത്തിലൊന്നുമല്ല, ഞാൻ പറഞ്ഞെന്നുള്ളു കേട്ടിട്ടൊന്നും. കുറെ ഞാൻ കേട്ടിട്ടുണ്ട്.